6 ലക്ഷം ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന 2 റക്അത്തുകളെ പറ്റി പറഞ്ഞു തരട്ടെ. അതായത് ആരെങ്കിലും ഒരാൾ ഈ 2 റക്അത്ത് നിസ്കാരം ഞാൻ ഈ പറയുന്നത് പോലെ നിർവഹിച്ചു കഴിഞ്ഞാൽ അയാളുടെ അക്കൗണ്ടിലേക്ക് 6 ലക്ഷം ഹജ്ജ് നിർവഹിച്ച പ്രതിഫലം എഴുതപ്പെടുന്നതാണ് എന്ന്. എങ്ങനെയാണ് കരസ്ഥമാക്കുന്നത് നോക്കാം. ഒരു തവണ ഹജ്ജ് ചെയ്യാൻ പോകണമെങ്കിൽ തന്നെ എത്ര ലക്ഷം രൂപ നമ്മൾ ചെലവാക്കണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം വലിയ ഭാരിച്ച ഒരു ഭാരം തന്നെയാണ് ആ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുക എന്നുള്ളത്. എന്നാൽ ഒരു ചെലവുമില്ലാതെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മുസല്ല വിരിച്ചുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് 6 ലക്ഷം ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. അതിന് കേവലം 2 റക്അത്തുകൾ മാത്രം മതി. പക്ഷെ ആ നിസ്കരിക്കുന്നതിന് ഒരു ശൈലിയുണ്ട്. സാധാരണ നമ്മൾ നിസ്കരിക്കുന്നത് പോലെ അല്ല, അല്ലെങ്കിൽ സാധാരണ നിസ്കാരത്തിൽ ഓതുന്നത് പോലെയല്ല ഈ നിസ്കാരത്തിൽ ഓതേണ്ടത്. എങ്ങനെയാണ് എന്ന് പൂർണ്ണമായി കേട്ടു നോക്കാം. വീഡിയോ മുഴുവനായി കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ മാസത്തിൽ പുണ്യമാക്കപ്പെട്ട ഈ ബർക്കത്തുള്ള രാത്രികളിൽ നമുക്ക് ഒരുപാട് ഇബാദത്തുകൾക്ക് അവസരം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു അവസരം നൽകുമാറാകട്ടെ. ഒരുപാട് ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ ഒരുപാട് ദുആ ഏൽപ്പിച്ചവരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി, ഒരു ഉമ്മ നമ്മുടെ റൂമിൽ വന്ന് വല്ലാത്ത സങ്കടം പറഞ്ഞു, ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. അള്ളാഹു അതൊക്കെ പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. ഇങ്ങനെ ഫോണിൽ വിളിച്ചു പറയുന്നവരുണ്ട്, അതുപോലെ മെസ്സേജ് അയച്ച് സങ്കടം പറയുന്ന ആളുകളുണ്ട്. അള്ളാഹുവെ, എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാ, എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാ, എല്ലാവരുടെയും കാര്യങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ, എല്ലാവർക്കും നീ ഖൈറായതിനെ ബദലായി നൽകണേ അല്ലാഹ്, വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമ്മളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ നമ്മുടെ ജീവിതം ഖൈറാക്കി, അതായത് നമ്മൾ എന്ത് ചെയ്യണം? സാമ്പത്തികമായി ഉയരണം, മാനസികമായി ഉയരണം, അതുപോലെ തന്നെ ശാരീരികമായി മെച്ചപ്പെടണം. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ അമലുകൾ അതും അധികരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ, അല്ലെ? അള്ളാഹു അക്കൂട്ടത്തെ നമ്മെ ചേർത്ത് പെരുമാറട്ടെ. അതായത് നമ്മളുടെ അമലുകളുടെ ഏടുകൾ മഹാനായ റഖീബ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ ചെയ്യുന്നത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെയാണ് ചെയ്തത് എന്ന്. നമ്മൾ തുമ്മി അൽഹംദുലില്ലാ പറഞ്ഞാൽ അത് എഴുതി വെക്കും. നമ്മളൊരു യർഹംകുള്ള പറഞ്ഞാൽ അത് എഴുതി വെക്കും. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ബിസ്മില്ല പറഞ്ഞാൽ അത് എഴുതി വെക്കും. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ അത് എഴുതി വെക്കും. ഇതൊക്കെ ഏത് നന്മകൾ ചെയ്താലും എഴുതി വെക്കാൻ ആളുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ നന്മകൾ രേഖപ്പെടുത്തപ്പെടുന്ന കിതാബുകളിൽ, നമ്മുടെ ഏടുകളിൽ ഒരുപാട് നന്മകൾ എഴുതപ്പെടാൻ എന്ത് ചെയ്താൽ മതി? കുറഞ്ഞ സമയം കൊണ്ട് നമുക്കത് നേടിയെടുക്കാൻ കഴിയും. അതിനെന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന മഹാന്മാർ പഠിപ്പിച്ചെന്ന ചില വഴികളുണ്ട്, ചില മാർഗങ്ങളുണ്ട്, ചില പ്രത്യേക അമലുകളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞ പക്ഷം ഒരു തവണയെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ ആ ഒരു തവണ ചെയ്തതിന്റെ പ്രതിഫലമെങ്കിലും നമുക്ക് ലഭിക്കും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അക്കൂട്ടത്തിൽ മഹാനായ അലി ഇബ്നു മുഹമ്മദുൽ കസാഇ റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിച്ചു തന്ന ഒരു നിസ്കാരം നമുക്ക് കാണാൻ കഴിയും. മഹത്തുക്കൾ, അവരുടെ മൗലമാർ ചെയ്തു തന്ന, അവർ പഠിപ്പിച്ചു കൊടുത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേരുന്ന ഒരു പരമ്പര മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട്. അവിടുന്ന് ജീവിതത്തിൽ കണ്ടുവന്ന മഗ്രിബ് നിസ്കാരത്തിന് ശേഷമുള്ള ഒരു 2 റക്അത്ത് നിസ്കാരം. മഗ്രിബ് നിസ്കാരത്തിന്റെ സുന്നത്തല്ല, അതായത് മഗ്രിബ് നിസ്കരിച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമല്ലോ, ആ സുന്നത്തല്ല. അത് കഴിഞ്ഞിട്ട് ഇത് സ്പെഷ്യലായ 2 റക്അത്ത് സുന്നത്തായ നിസ്കാരം. ഇത് മുഅക്കദായ സുന്നത്തുകളോ അല്ലെ മറ്റ് റവാത്തിബായ സുന്നത്തുകളോ ഒന്നുമല്ല, മറിച്ച് ഇത് സ്പെഷ്യലായിട്ട് നമുക്ക് സ്പെഷ്യൽ കൂലി ലഭിക്കാൻ, സ്പെഷ്യൽ പ്രതിഫലം ലഭിക്കാനുള്ള ഒരു അമലായി മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നതാണ്. മഹാന്മാരുടെ ജീവിതത്തിൽ അങ്ങനെ കുറെ അമലുകൾ നമുക്ക് കാണാൻ കഴിയും. ചില പ്രത്യേക ദിക്റുകൾ, ചില പ്രത്യേക ദുആകൾ, ചില പ്രത്യേക നിസ്കാരങ്ങൾ, ഇല്ലേ? രാത്രി സമയത്തുള്ള നിസ്കാരങ്ങൾ, പകൽ സമയത്തുള്ള നിസ്കാരങ്ങൾ കാണാൻ കഴിയും. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് മഗ്രിബ് നിസ്കാരത്തിന് ശേഷമുള്ള ഒരു 2 റക്അത്ത് നിസ്കാരം. ഈ 2 റക്അത്ത് നിസ്കരിക്കാൻ ഇത് ശീലമായ ആളുകളാണെങ്കിൽ അവർക്ക് 5 മിനിറ്റ് മതി. 5 മിനിറ്റ് അത്ര തന്നെ വേണ്ട, ഞാനൊരു അല്പം വിശാലമായിട്ട് പറഞ്ഞേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് മതി. ഈ 5 മിനിറ്റ് കുറച്ചുകൂടെ വിശാലമാക്കി നിസ്കരിക്കണമെങ്കിലോ ഒരു 10 മിനിറ്റ് എടുത്താലും കുഴപ്പമില്ല. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ഒരു 10 മിനിറ്റ് നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കാനല്ലേ. ഒരു ഹജ്ജ് നിർവഹിക്കണമെങ്കിൽ തന്നെ എത്ര മെനക്കെട്ട് നമ്മൾ ചെല്ലണം, അല്ലേ? എന്നാലും ഒരു ഹജ്ജല്ലേ ആ വർഷം ചെയ്യാൻ കഴിയുള്ളൂ. ഒരു വർഷം നമുക്ക് ഒരുപാട് ഹജ്ജ് ചെയ്യാൻ പറ്റുമല്ലോ. അത് പലർക്കുള്ള സംശയമാണ്. ഉംറ കുറേ ചെയ്യാം, പക്ഷേ ഹജ്ജ് ഒരെണ്ണമേ ചെയ്യാൻ കഴിയുള്ളൂ. അല്ല ഞാൻ ഈ വർഷം പോയിട്ട് 10 ഹജ്ജ് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. 10 ഹജ്ജ് ചെയ്യണമെങ്കിൽ 10 കൊല്ലം പോകണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞ പോലെ 6 ലക്ഷം ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കണമെങ്കിൽ എത്ര കൊല്ലം പോകണം? നമ്മൾ എത്ര കാലം ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് നന്മകൾ ലഭിക്കാൻ ഒരു 5 മിനിറ്റ് മെനക്കെടുത്ത് കൂടെ ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ ശ്രമിച്ചു നോക്കാം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നമ്മുടെയൊക്കെ കൽബിന്റെ മുറാദാണ് പരിശുദ്ധമായ മക്കയിലെത്തണം, മദീനയൊന്ന് കാണണം, ഇല്ലേ?
പരിശുദ്ധമായ സൊഫയും മർവയും ഒന്ന് ചവിട്ടണം, അവിടുന്ന് കയറണം, സംസം വെള്ളം നേരിട്ട് ഡയറക്റ്റായി കുടിക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആഗ്രഹം. മഖാം ഇബ്രാഹിം ഒന്ന് കാണണം, അല്ലേ, ഹജറുൽ അസ്വദ് ഒന്ന് കാണണം, പറ്റിയാൽ ഒന്ന് തൊടണം, അതിനേക്കാൾ കൂടുതൽ കഴിഞ്ഞാൽ ആഗ്രഹമാണൊന്ന് ചുംബിക്കാൻ കഴിയണം. ഇതൊക്കെ പരിശുദ്ധ കഅബാലയത്തിന്റെ കില്ലയൊന്ന് പിടിക്കണം, അല്ലേ, ആ കഅബാലയത്തിന്റെ കില്ല പിടിച്ചൊന്ന് കരയാൻ കഴിയണം, ഒന്ന് ദുആ ഇറക്കാൻ കഴിയണം. ആ പ്രത്യേക പരിശുദ്ധമായ ആ ഒരു പാത്തി, അതിന്റെ ആ കഅബയുടെ പാത്തി ഉണ്ടല്ലോ, വെള്ളം വീഴുന്ന സ്ഥലം, അതിന് ചുവട്ടിൽ നിന്നുകൊണ്ടൊന്ന് എന്ത് ചെയ്യണം, ഒന്ന് ദുആ ഇറക്കാൻ, ഒന്ന് കരഞ്ഞ് ദുആ ഇറക്കാൻ, ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. കഅബയുടെ ഉള്ളിലൊന്ന് കയറണം, ഇല്ലേ, കഅബാലയത്തിന്റെ ഉള്ളിലൊന്ന് കയറണം. ഇതൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. മസ്ജിദുൻ നബവിയുടെ അരികിൽ മുത്തുനബി തങ്ങളെ റൗളത്തിൽ മിൻ റിയാദുൽ ജന്ന, സ്വർഗ്ഗത്തോപ്പ് എന്ന് വിശേഷിപ്പിച്ച ആ പരിശുദ്ധ മിമ്പറിന്റെയും റൗദാ ഷരീഫിന്റെയും ഇടയിലുള്ള സ്ഥലത്ത് ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയണം. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി ആഗ്രഹങ്ങളുണ്ട്, ഇല്ലേ. ജന്നത്തുൽ ബഖീഇലും മുഅല്ലയിലും ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ സ്വഹാബത്ത്, അവരെ ഒന്ന് കാണണം, സിയാറത്ത് ചെയ്യണം, ബദരീങ്ങളെ ഒന്ന് സിയാറത്ത് ചെയ്യണം, മുഹദീങ്ങളെ ഒന്ന് സിയാറത്ത് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ സാമ്പത്തികമായ ഞെരുക്കം കാരണം, പിന്നോക്കം കാരണം നമുക്ക് അവിടെ എത്തിപ്പെടാനുള്ള സാഹചര്യം ഇതുവരെ വന്നിട്ടില്ല. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് അവിടെ എത്താനുള്ള ഭാഗ്യം നൽകട്ടെ. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അവിടെ എത്തിയതിൻ്റെ കൂലി ലഭിക്കാൻ നമുക്ക് നാട്ടിൽ നിന്നാൽ മതി, അവിടെ എത്തിയതിൻ്റെ പ്രതിഫലം ലഭിക്കാൻ നമുക്ക് നാട്ടിൽ നിന്നാൽ മതി, അല്ലേ. ആ പ്രതിഫലം നേടാൻ എന്ത് ചെയ്യണം, 2 റക്അത്ത് നിസ്കരിക്കണം. ഞാൻ കൂടുതലായി പറയുന്നില്ല. 2 റക്അത്ത് മഹാനായ അലി ഇബ്നു മുഹമ്മദുൽ കസാഇ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആരിലൂടെയാണ് കടന്നു വന്നത്. ഈ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം വകയായിട്ട് പറയല്ല, അല്ലെങ്കിൽ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും കണ്ട കാര്യം, അവിടുന്ന് പഠിച്ച കാര്യം, അവിടുത്തെ പിൻഗാമികളായ ആളുകളിലൂടെ പകർന്നു കിട്ടിയത് മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. 2 റക്അത്ത് നിസ്കാരം. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വ മുഖീല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് അത് വിശദീകരിക്കുന്നുണ്ട്. അവിടുന്ന് പറയുകയാണത് ഹിയ റക്അത്താനി ബഅദൽ മഗ്രിബി, മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്തുകളാണ്, 2 റക്അത്ത് നിസ്കാരമാണ്. എന്നാൽ ഇത് നിസ്കരിക്കുമ്പോൾ ഇതിനകത്ത് ചില പ്രത്യേക സൂറത്തുകളാണ്. വെറുതെ അങ്ങ് നിസ്കരിച്ചാൽ പോരാ. നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കരിച്ച് പോയാൽ പോരല്ലോ. 2 റക്അത്ത് നിസ്കാരം നിയ്യത്ത് വെക്കേണ്ട എന്താ, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചു, ഓക്കെ, അത് മതി നിയ്യത്ത്. എന്നാൽ ഈ നിസ്കാരത്തിൽ ഓതേണ്ട ചില സൂറത്തുകളും ആയത്തുകളുമുണ്ട്. അത് ഓതിയാൽ എന്ത് ചെയ്യും, ഈ പറയുന്നത് പോലെ 6 ലക്ഷം ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം അയാൾക്ക് എഴുതപ്പെടും. ഏതാണ് ആ ആയത്ത് നോക്കാം, ഏതാണ് ആ സൂറത്തുകൾ നോക്കാം. ആദ്യത്തെ റക്അത്തിൽ യഖറഉ ഫിൽ ഊലാ ബി ഫാത്തിഹത്തുൽ കിതാബ്, ആദ്യം എന്ത് ചെയ്യണം, ഫാത്തിഹത്തുൽ കിതാബ് ഓതണം. ഫാത്തിഹത്തുൽ കിതാബ് വെച്ചാൽ സൂറത്തുൽ ഫാത്തിഹ ഓതണം, അല്ലേ. നമ്മൾ കൈകെട്ടി, അതായത് നിസ്കാരം ഒന്ന് പൂർണ്ണ രൂപം ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിയ്യത്ത് ചെയ്തു, 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തിട്ട് അല്ലാഹു അക്ബർ കൈകെട്ടി. അതിനുശേഷം നമ്മൾ വജ്ജഹത്തു വജ്ഹില്ലദീ ഫത്തറസ് സമാവാതി വൽ അർദ ഹനീഫൻ തുടങ്ങിയിട്ട് നമ്മൾ സാധാരണ ഒന്ന് വജ്ജഹത്ത് ഓതിയതിനു ശേഷം എന്ത് ചെയ്യുക, ഫാത്തിഹത്തുൽ കിതാബ് ഓതുക, സൂറത്തുൽ ഫാത്തിഹ ഓതുക. അതിനുശേഷം എന്ത് ചെയ്യണം, വഅശറ ആയാത്തി മിൻ അവ്വലിൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ 10 ആയത്തുകൾ ഓതണം. ഏതൊക്കെയാണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന الصلاة വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ ഉലൈക അലാ ഹുദം മിൻ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻസിറുഹും ലാ യുഅ്മിനൂൻ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون. ഇത്രയും വരെ ഈ മുസ്ലിഹൂൻ എന്ന ആയത്ത് വരെ ഓതിർത്ത 10 ആയത്തുകൾ സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ 10 ആയത്തുകൾ ഓതാം. ഇതിനുശേഷം ആയത്തു സഖറ ഓതാം. ആയത്തു സഖറ ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തുണ്ട്, വിശുദ്ധ ഖുർആനിലെ ഒരു പ്രത്യേക ആയത്താണ്. സഖറത്ത് എന്നൊക്കെ അർത്ഥം പറഞ്ഞാൽ എന്താണ്, വഴിപ്പെടുത്തുക, കീഴ്പ്പെടുത്തുക എന്നൊക്കെ അർത്ഥം. എന്ത് ചെയ്യുക, നമുക്ക് അധികാരപ്പെടുത്തി തരിക അല്ലെങ്കിൽ വഴിപ്പെടുത്തി തരിക എന്നൊക്കെയാണ്, അല്ലെ. സഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു, വഴിപ്പെടുത്തി തന്നിരിക്കുന്നു, നമുക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. അതായത് നമ്മുടെ ആവശ്യാർത്ഥമാണ് സൂര്യനും ചന്ദ്രനും ഒക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ. അതുപോലെ തന്നെ സഖറ അൽ ഫുൽക ഫിൽ ബഹർ, എന്താണ്, കപ്പലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സമുദ്രത്തിൽ നമുക്ക് വഴിപ്പെടുത്തി തന്നിരിക്കുന്നു, അല്ലേ. കപ്പൽ എത്രയോ ഭാരമുള്ളൊരു സാധനമാണ്. ആ സാധനം എന്ത് ചെയ്യുക, വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യനെ യാത്ര ചെയ്യാൻ, സുഗമമായി യാത്ര ചെയ്യാൻ വേണ്ടി. അപ്പോൾ
സഹറത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? വഴിപ്പെടുത്തുക എന്നർത്ഥം. അതിന്റെ ഒരു ആയത്തുണ്ട് പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ ഓതിത്തരാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇവിടെ എടുത്തു വെക്കാവുന്നതാണ് ആയത്ത് കണ്ടിട്ട് ഇൻഷാ അല്ലാഹ്. ഇന്ന റബ്ബകുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം ثم استوى على العرش يغشي الليل النهار يطلبه حثيثا والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين ادعوا ربكم تضرعا وخفية إنه لا يحب المعتدين ولا تفسدوا في الأرض بعد إصلاحها وادعوه خوفا وطمعا إن رحمة الله قريب من المحسنين. ഇതാണ് ആയത്ത്. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഓതുന്നെങ്കിൽ ചെറിയൊരു പ്രയാസം ഓതി തീർക്കാറുണ്ടാവും. പക്ഷേ ഇത് ശീലമാക്കി കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ ദിവസവും മഗ്‌രിബ് ഇശാ നിസ്കരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതങ്ങോട്ട് ശീലമായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ പരിപാടി കഴിയും, പെട്ടെന്ന് നമുക്ക് ഓതി തീർക്കാൻ കഴിയും ഇല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ആയത്തുകളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം ഇൻഷാ അല്ലാഹ്. എന്ത് ചെയ്യാ, എന്നിട്ട് അത് ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിയതിനു ശേഷം ആദ്യം ബഖറയിലെ ആദ്യത്തെ 10 ആയത്തുകൾ, അതിനുശേഷം ആയത്തു സഹറയാകുന്ന ഈ ഓതിയ ആയത്തും ഓതിയതിനു ശേഷം ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തുകളിൽപ്പെട്ട സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, ഈ ആയത്ത് ഓതിയതിനു ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 15 മറത്തൻ 15 പ്രാവശ്യം ഓതുക. മനസ്സിലായോ? അപ്പം ബഖറയിലെ 10 ആയത്ത്, ആയത്തുൽ സഹറ, അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ് 15 തവണ ഓതിയതിനു ശേഷം റുക്കൂ ചെയ്യുക. പിന്നെ ഇഅ്തിദാല്, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, രണ്ടാമത്തെ സുജൂദ്, എഴുന്നേറ്റ് വരിക. സാധാരണ നിസ്കരിക്കുന്ന പോലെ നിസ്കരിച്ച് രണ്ടാമത്തെ റക്അത്തിലേക്ക് കടന്നു വന്നാലും ചെയ്യേണ്ടതാണ് സൂറത്തുൽ ഫാത്തിഹ ആദ്യം ഓതുക. സൂറത്തുൽ ഫാത്തിഹ ഓതിയതിനു ശേഷം ആയത്തുൽ കുർസി, ഫാത്തിഹയ്ക്ക് ശേഷം പിന്നെ ഓതേണ്ടത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം എന്ന് തുടങ്ങുന്ന നമുക്കറിയാം ആയത്തുൽ കുർസി അറിയാത്തവർ എന്ത് ചെയ്യുക, നമ്മുടെ ഫോണിൽ ആയത്തുൽ കുർസി എന്ന് അടിച്ചു നോക്കിയാൽ യൂട്യൂബിൽ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇനി ഖുർആൻ തുറന്നു നോക്കിയാൽ 3-ാമത്തെ ജുസ്ഇന്റെ തുടക്കത്തിലുണ്ട്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുക, ആയത്തുൽ കുർസി എന്ത് ചെയ്യുക, ഓതുക. ആയത്തുൽ കുർസി ഓതിയതിനു ശേഷം ആഖിറു സൂറത്തിൽ ബഖറത്തി എന്ത് ചെയ്യുക, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഭാഗം, അതായത് ആമന റസൂൽ, അത് ഓതേണ്ടത് ആമന റസൂൽ എന്ന് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ആയത്തിൽ ലില്ലാഹി മാഫിസ് സമാവാതി വമാഫിൽ, അതായത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 3 ആയത്തുകൾ. ഏതാ? സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 3 ആയത്തുകൾ. ആയത്തുൽ കുർസി ഓതി അതിനുശേഷം സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 3 ആയത്തുകൾ ലില്ലാഹി മാഫിസ് സമാവാതി വമാഫിൽ അർള് വഇൻ തുബ്ദു മാ ഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ ആമന റസൂൽ ബിമാ ഉൻസില. ഇങ്ങനെ തുടങ്ങിയിട്ട് ആമന റസൂൽ അത് പൂർത്തിയാക്കി ഓതി തീർക്കുക. ഇങ്ങനെ ഓതിയതിനു ശേഷം വീണ്ടും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 15 മറ, അവിടെയും 15 തവണ ഓതാം. ആദ്യത്തെ റക്അത്തിലും 15 തവണ ഓതണം, രണ്ടാമത്തെ റക്അത്തിലും 15 തവണ ഓതണം. ആ നിസ്കാരം എന്നിട്ട് റുക്കൂ ചെയ്ത് ഇഅ്തിദാല് സുജൂദ് ചെയ്തിട്ട് പൂർത്തിയാക്കുക. അതിനുശേഷം എന്തും ദുആ ഇറന്നോളാൻ പറഞ്ഞു. നിങ്ങൾ ഉദ്ദേശിച്ച എന്താണോ ആ കാര്യം സാധിപ്പിക്കും. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഖൽബിൽ ഉദ്ദേശിച്ച ആ കാര്യം സാധിക്കും. എന്നതിന് ശേഷം മഹാനവറുകൾ പറയാം ഫമൻ ഫഅല ദാലിക വവാദബ അലൈഹി, ആരെങ്കിലും ഒരാൾ ഇങ്ങനെ എന്ത് ചെയ്തു, ഒരാൾ ഒരിക്കൽ ചെയ്തു, അല്ലെങ്കിൽ എന്ത് ചെയ്തു, ഇനി അത് പതിവാക്കി, എന്നാൽ അയാൾക്ക് എഴുതപ്പെടുന്ന കുത്തിബ ലഹു ബികുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിനും, അങ്ങനെ പറഞ്ഞു. അതായത് പതിവാക്കുന്നവർക്ക് എല്ലാ നിസ്കാരങ്ങൾക്കും കൂടി എന്നല്ല, ബികുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിനും, ഓരോ നിസ്കാരത്തിനും അയാൾക്ക് എഴുതപ്പെടും 600,000 ഹജ്ജ, 6 ലക്ഷം ഹജ്ജ് ചെയ്ത പ്രതിഫലം അയാൾക്ക് എഴുതപ്പെടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ആ വ്യക്തിക്ക് 6 ലക്ഷം ഹജ്ജ് ചെയ്ത പ്രതിഫലം നൽകുന്നതാണ്. മഹാനവറുകൾ പറയുകയാണ്, കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ലക്ഷക്കണക്കിന് ഹജ്ജിന്റെ പ്രതിഫലം നേടാം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരന്മാർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അവർക്കും ഇബാദത്ത് ചെയ്ത് അവർ ചെയ്യുന്നതിന്റെ പ്രതിഫലം കൂടി നമുക്ക് ലഭിക്കും. അവർക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ അത് കുറയാതെ നമുക്കും എന്ത് ചെയ്യും, അതിന്റെ ഒരു പ്രതിഫലം ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.